Welcome back to my channel. Now we are going to discuss about gaining ratio. Retirement and death of a partner എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഗെയിനിങ് റേഷ്യോ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നമ്മൾ പഠിച്ചു സാക്രിഫൈസിങ് റേഷ്യോ. എന്തിനു വേണ്ടിയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത്? ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് നോക്കാം. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയോ അതല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാനായിട്ട് സാധിക്കും. അവര് റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ വീതിച്ചെടുക്കുന്ന ആ റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. When a partner retires, continuing partners will get in future a greater share of profit than they were getting hitherto. അതായത് ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകുമ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ആദ്യം കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. The ratio in which continuing partners decided to share the outgoing partners' share in the profit is called gaining ratio. ഇപ്പൊ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഷെയർ ദി ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ. ആ പിരിഞ്ഞു പോകുന്ന പാർട്ട്ണറുടെ ഷെയർ ഏത് റേഷ്യോയിലാണോ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗെയിനിങ് റേഷ്യോ. ഇറ്റ് ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ ബിക്കോസ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് സ്റ്റാൻഡ് ടു ഗെയിൻ by acquiring the retaining partner's share in profits. Continuing partnersന് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയർ ഭാവിയിൽ വീതിച്ചെടുക്കാം. Here gaining of a partner is the excess of his new share over his old share of profit. പഴയ ഷെയർ ഓഫ് പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് എത്രയാണ് കിട്ടുന്നത് അതാണ് ഗെയിനിങ് എന്ന് പറഞ്ഞാൽ. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഇപ്പൊ ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഗെയിനിങ് റേഷ്യോ കിട്ടും. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നദിയ, സുനിത ആൻഡ് ലിസി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2:1. ഇതാണ് ഓൾഡ് റേഷ്യോ. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? നദിയ, സുനിത ആൻഡ് ലിസി. അപ്പൊ ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ ഓഫ് നദിയ, സുനിത ആൻഡ് ലിസി, മൂന്ന് പേരുടെ ഓൾഡ് റേഷ്യോ നമുക്ക് തന്നു. 3:2:1. നദിയ റിട്ടയേഴ്സ്. നദിയാണ് റിട്ടയർ ചെയ്യുന്നത്. സുനിത ആൻഡ് ലിസി ഡിസൈഡഡ് ടു കണ്ടിന്യൂ ദി ബിസിനസ് ഇൻ ദി റേഷ്യോ 4:1. നമുക്കിവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? സുനിത ആൻഡ് ലിസി. 4:1 ആണ് ന്യൂ റേഷ്യോ. ഇനി നമുക്കിവിടെ ഗെയിനിങ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അപ്പൊ നമുക്ക് ആദ്യം സുനിതയുടെ ഗെയിനിങ് റേഷ്യോ നോക്കാം. സുനിതയുടെ ന്യൂ ഷെയർ എത്രയാണ്? 4/5 മൈനസ് സുനിതയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/6. ഇവിടെ 5ഉം ഇവിടെ 6ഉം ആണ്. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. അപ്പൊ 6x4 എന്ന് പറയുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 30 മൈനസ് 5x2 10 ഡിവൈഡഡ് ബൈ 30 ഈക്വൽസ് 14/30. ഇതാണ് സുനിതയുടെ. ഇനി നമുക്ക് നോക്കാം ലിസിയുടെ ഗെയിൻ എത്രയാണെന്നുള്ളത്.
ലിസിയുടെ ന്യൂ ഷെയർ എത്രയാണ്? 1/5 മൈനസ് ഓൾഡ് ഷെയർ 1/6. That is 6/30 minus 1/30. That is 5/30. That is 1/30. രണ്ടുപേരുടെ ഗെയിൻ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ഗെയിനിങ് റേഷ്യോ എത്രയാണ്? നമ്മൾ പറഞ്ഞു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാ? 14:1. അപ്പൊ ഗെയിനിങ് റേഷ്യോ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ദാറ്റ് ഈസ് 14:1. സേ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനി നോക്കാം. ഫാഹിൽ ആൻഡ് ഫാരിസ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 4:3:2. അപ്പം കൂടെ ഓൾഡ് റേഷ്യോ കിട്ടി. ഓൾഡ് റേഷ്യോ ഓഫ് ഫാഹിൽ ആൻഡ് ഫാരിസ് 4:3:2. ഫായിസ് റിട്ടയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണ് റിട്ടയർ ചെയ്യുന്നത്. ഫാഹിൽ ആൻഡ് ഫാരിസ് ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 5:3. അപ്പൊ നമുക്കിവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? ഫാഹിൽ ആൻഡ് ഫാരിസ്. (5:3). നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ആദ്യം തന്നെ നമുക്ക് ഫാഹിലിന്റെ നോക്കാം. ഫാഹിലിന്റെ ന്യൂ ഷെയർ എത്രയാണ്? 5/8 മൈനസ് ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 4 + 3 + 2. അപ്പോൾ 3/9. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 45/72 മൈനസ് 24/72 ഈക്വൽസ് 21/72. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ആളുടെ കാണാം. ഫാരിസ് 3/8 minus 2/9. That is 27/72 minus 16/72. നമുക്ക് കിട്ടുന്നത് 11/72. അപ്പൊ നമ്മുടെ ഗെയിനിങ് റേഷ്യോ ഇവിടെ എത്ര കിട്ടിയത്? നമുക്ക് 21:11. അപ്പൊ നമുക്കിവിടെ ഗെയിനിങ് റേഷ്യോയുടെ നേരെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും 21:11.